അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അല്ലേ, ട്രെയിൻ അവിടെ ഇടണ. കഴിഞ്ഞ എപ്പിസോഡ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞിട്ട് പറ്റില്ല, കാരണം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോയിരിക്കുകയായിരുന്നു. ട്രെയിൻ താഴാക്കണ, ഞാനല്ല പൈലറ്റ്, ഞാൻ എടുക്കും. ഇത് റിസോർട്ടല്ലേ? ഇത് റിസോർട്ടല്ലേ? തലയാട്ട് അല്ല, പ്ലെയിൻ മേലോട്ട് പോക്കോ. തലയാട്ട്. ഇത് റിസോർട്ടാന്നാണ്. നിന്നോട് ഷിപ്പേടി കൊണ്ടുപോകാൻ വേണ്ടി റിസോർട്ടിൽ കൊണ്ടിട്ട് കഴിച്ചു. ഇതാണ് ഇപ്പോൾ റിസോർട്ട് എന്ന് പറയുമ്പോൾ, വെള്ളത്തിലുള്ള. ഞാനാണ് പ്ലെയിനൊക്കെ ഓടിച്ച് ഇവിടെ കൊണ്ട് വിട്ടത്. പിന്നെ നമ്മൾ വേൾഡ് എക്സ്പ്ലോറിങ് അല്ലേ ഇന്ന് നമ്മുടെ, അല്ലേ? തലയാട്ടോ മിസ്റ്റർ, വേൾഡ് എക്സ്പ്ലോറിങ് അല്ലേ തലയാട്ട്? നമുക്ക് ഹോട്ടലൊക്കെ ഒന്ന് കയറി കാണാം. അപ്പോൾ ഹോട്ടലിൽ ഒരു റൂം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു കുഴപ്പമില്ല ഇതിനകത്തൊന്നും. റിസോർട്ടിൻ്റെ റൂമിനകത്ത് ഒരു കുഴപ്പമില്ലല്ലോ. ഒന്നുമില്ല, എല്ലാം കാലിയാണ്. അതുപോലെ നമ്മൾ വള പിന്നെ എന്നാളെ നീ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടൊന്നും ഇല്ലല്ലോ. ഒരു 5 പൈസയ്ക്ക് കൊള്ളാത്ത റിസോർട്ടാണെന്ന് വിചാരിച്ചാൽ മതി, ഫർണിച്ചറൊന്നും ഇല്ലാത്ത. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറേ മരമുണ്ട്. പിന്നെ ഫുഡ് അടിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അല്ല, ഇത് ഫുഡ് അടിക്കുന്ന സ്ഥലമല്ലേ, മരത്തിൻ്റെ അടിയിൽ. ഇത് ടിക്കറ്റ് കൗണ്ടറാണ്, മറ്റേ റൂമൊക്കെ എടുക്കുന്ന സ്ഥലം. പിന്നെ അതിൻ്റെ അപ്പുറത്തെയോ 2 ടിക്കറ്റ് കൗണ്ടർ. നീ കുറെ ഉണ്ടാക്കൂലോ. എന്താ പണി കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ ഇത് അടച്ചിടണം. നിന്റെ പണിക്കാർക്കൊന്നും ഒരു ഇതില്ലല്ലോ. വേണ്ട, ഞാൻ തന്നെ വേണം എല്ലാത്തിനും. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ടോ. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത സ്ഥലത്തേക്ക് കാണാം. ഞാൻ പ്ലെയിൻ എടുക്കാം. 1 മിനിറ്റ്. പോലെ 1 മിനിറ്റ്. ഞാൻ പ്ലെയിൻ ഓടിക്കുന്ന കാണിച്ചു കൊടുക്കട്ടെ. എടാ, പ്ലെയിൻ താഴെ നോക്കടാ. ഞാൻ ഓടിക്കുന്ന കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും. ഞാൻ ഇങ്ങോട്ട് തന്നെ കിടക്കാനായിട്ട് ഓടിച്ചോണ്ട്. അയ്യാ, വെള്ളത്തിൽ പോയി. അതെങ്ങനെയാടാ കയറുന്നത്? വാ കേറിയോ? എടാ, ഞാൻ താഴെ പോയി. അതെന്നാ കിണ്ടി? നീ ഇറങ്ങ്. നീ എന്നെ കൂട്ടാതെ പോന്നോ? പോയാ അവിടെ കൊണ്ടാതിയല്ലോ. എവിടെ? ഏതല്ലേ? എവിടെ? ഇറങ്ങ, നീ ഇറങ്ങടാ. ഞാൻ ഓടിക്കുന്നത് കാണിച്ചു കൊടുക്കാനാ. ഈ പ്രോ ഡ്രൈവിങ് കാണിച്ചു കൊടുക്കട്ടെ. കേറിയില്ലേ? പോട്ടെ, പറപ്പിക്കട്ടെ. താഴോട്ടോ. അപ്പോൾ സ്ട്രൈറ്റ് എങ്ങോട്ട്? ലെഫ്റ്റോ റൈറ്റോ? ലെഫ്റ്റിലേക്ക് പോയാൽ എവിടെ എത്തും? എടാ കുണ്ടാ, നീയല്ലേ ലെഫ്റ്റ് എന്ന് പറഞ്ഞേ? ഈ അടുത്ത് എവിടെയാ പോകുന്നതെന്ന് പറ. പ്ലെയിനാണ് മേലോട്ട് നോക്കാത്ത. മുങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്ലെയിൻ ഓടിക്കുന്നത്. എവിടെയാ? പോയി, ലെഫ്റ്റിൽ പോയി. വെള്ളത്തിൽ കൂടിയോ? അപ്പോൾ ഞങ്ങളെന്തായാലും എത്തട്ടെ. വെള്ളത്തിൽ ഇറങ്ങി. അപ്പോൾ ഇനി എത്തിയിട്ട് കാണിക്കാൻ വലിയ പ്രോ ഡ്രൈവിംഗ് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഷിപ്പ് യാർഡിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മൾ ഷിപ്പ് യാർഡ് എന്ന് പറയുന്നത്.
കണ്ടെയ്നർ നോക്കി ഇവിടുന്ന് ഷിപ്പ് ചെയ്തിടും. ഒരു മാസത്തെ കഷ്ടപ്പാട് ഈ കാണുന്ന മൊത്തം അല്ലേ? തലയായിട്ട് തലയായിട്ട് ഒരു മാസത്തെ കഷ്ടപ്പാടല്ലേ? തലയാട്ടോ ഒരു മാസത്തെ കഷ്ടപ്പാടാണ് ഈ കാണുന്ന മൊത്തം. പിന്നെ ഇതെന്തുവാടേ? വണ്ടർലയുടെ റൈഡ് വല്ലതും ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ വൺ സെറ്റപ്പ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഉള്ളിൽ ഒന്നും ഒരു കോപ്പും ഇല്ല. ട്രെയിനൊക്കെ ഉണ്ട്. ഇതിലും വലിയ കിടക്കുന്ന സാധനം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിനകത്ത് കയറി പോകാൻ പറ്റും. ഇതിനകത്ത് പോകാനൊന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ കണ്ടെയ്നറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഈ കണ്ടെയ്നറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. അത് ഇതും വെറും കാര്യമാണോ നോക്കാം. ഇതും കാര്യം അടിപൊളി കാര്യമായ കണ്ടെയ്നർ. സുഹൃത്തുക്കളെ, കാര്യമായ കണ്ടെയ്നർ ഷിപ്പ് ചെയ്യുന്ന സ്ഥലമാണിത്. കാര്യമായ കണ്ടെയ്നർ ഷിപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടിടുക. ഒരു കില്ലി ഇല്ല ഇതിനകത്തൊന്നും. ഫുള്ള് കാര്യമാണ്. അതിനിടയ്ക്ക് നിർത്തിയും പോയാ ലോറിയൊക്കെ ഉണ്ടല്ലോ. കൊള്ളാലോ. അപ്പൊ ഈ ഷിപ്പൊക്കെ എവിടെ നിന്നാ വന്ന്? ഷിപ്പിനകത്തുള്ള കണ്ടെയ്നറിനകത്ത് അടിപൊളി. ഷിപ്പിനകത്തുള്ള കണ്ടെയ്നറിനകത്ത് ഒരു കോപ്പില്ല. നമുക്ക് ബോട്ടിന്റെ ഇങ്ങോട്ട് പോകാൻ, ക്യാബിനിലോട്ട് പോകാം. ബോട്ട് ഓടിക്കും നമ്മുടെ ക്യാബിൻ. അപ്പൊ ഞാനാണ് ബോട്ട് ഓടിക്കാൻ പോകുന്നത്. എല്ലാവരും പിടിച്ചിരുന്നോളി. ചത്ത എന്നൊന്നും പറഞ്ഞേണ്ട. പോപ്പോ പോപ്പോ. ബോട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു സുഹൃത്തുക്കളെ. ഇതാണ് സ്റ്റിയറിങ്. എൻ്റെ ബോട്ട് ഞാൻ ഇടിച്ച് നശിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്ത് കിട്ടിയ ഇതൊക്കെ ഞാനും കൂടി കൂടിച്ചേർന്ന് ഉണ്ടാക്കിയതാ. മറന്നുപോയി അല്ലേടാ? അല്ല, ഒന്നുകൂടി ആ തല നാട്ടിക്ക്. നമ്മളെല്ലാം ഒരു മാസം, നമ്മൾ രണ്ടുപേരും കൂടി ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ലേ ഇത് മൊത്തം. പിന്നെ കാണുന്നില്ലല്ലോ. അപ്പൊ ഷിപ്പേടെന്ന് പറയുമ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ കണ്ടെയ്നർ ഷിപ്പ് ചെയ്യുന്ന സ്ഥലവും പിന്നെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്കിനി അടുത്ത സ്ഥലം എവിടെയാ പോകുന്നത്? നീ ഓടിച്ചാൽ മതി. നീ പറ എവിടെയാ പോകുന്നത്? സ്ഥലത്തിന്റെ പേര്. വിക്കിപീഡിയ. തലയ്ക്കകത്തൊന്നും ഇല്ലല്ലോ. തല ഫുള്ള് കാര്യം നോക്കും. ഒന്നുമില്ല, ഫുള്ള് കാര്യം. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ലോറിയിലാണ് പോകാൻ. കാരണം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയല്ലേ. തലയായിട്ട് വണ്ടി കാട്ടി പോയി. തലയാട്ടാൻ വേണ്ടി പോയതാ വണ്ടി കാട്ടില്. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ പോയില്ലേ. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പോ ലോറിയിൽ പോകുന്നത്. ചുരം ഇറങ്ങുമല്ലേ. നമ്മളിപ്പോ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മളിപ്പോ ഈ ലോറിയിൽ പോകുന്നത്. എന്നെ കയറ്റിട്ട് പോണ. ഞാൻ കഥ പറഞ്ഞു കൊടുക്കട്ടെ. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇതിനകത്ത് കിടക്കുന്നത്. അവൻ ഇനി വരുത്തില്ല, അവന് മടുത്തു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവനെ നമ്മൾ കളിയാക്കലാന്ന് അല്ലേ. അതുകൊണ്ട് അവന് പോവേണ്ട. അവന്റെ ഓർമ്മയ്ക്ക് നമ്മളിപ്പോ ലോറിയും കൊണ്ട് നടക്കുന്നു. ഇതാണോ കോറി? ഇവിടെ നമ്മൾ കൊത്തി എടുത്തിട്ട് ഈ ലോറിക്കകത്ത് എടുത്ത് നമ്മൾ കൊണ്ടുപോകും. പക്ഷെ ലോറിയുടെ ബാക്ക് വശം എവിടെയാണ്? ഇവിടെ കുറെ പണി. ഇവിടെ നമ്മൾ കാണണം. ഇവിടെ നമ്മൾ ഇതെല്ലാം എടുത്തോണ്ട് പോയിട്ട് നമ്മൾ പണിയുന്നത് നമ്മുടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ ആയിട്ട്. അപ്പൊ ഇവൻ ഒറിജിനൽ ലോറി പോലത്തെ സൊണോറിറ്റീൻ്റെ ലോറി.
അവൻ്റെ ലോറി. ആ ഇതിനകത്താണ് കൈസ്. ഇതിൻ്റെ ഉള്ളിൽ കല്ല് കയറ്റും, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുവരും ഈ ലോറിക്കകത്ത് അല്ലേ. നമുക്ക് അടക്കണ്ടേടാ, അവൻ പോയതുകൊണ്ട് ഇനിയിപ്പോൾ അവനെ അടക്കണ്ടേ. എന്നാ വാ നമുക്ക് ഇവിടെ അടക്കാം. ഇവിടെയല്ല അവൻ്റെ ലോറിയുടെ സ്ഥലം. എന്നാ വാ അടക്കാം. എവിടെ അടക്കുക? എന്നാ വാ ഇവിടെ അടക്കും. കുരിച്ചിൻ്റെ ലെവൽ മതി, അതാകുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ അവനെ ഏതാണ്ട് അടക്കുവാണ്. ബൈഡ നിന്നെ ഞങ്ങൾ അടക്കി. എനിക്ക് അവസാനമായിട്ട് കാണണ്ടേ സൊണോറിറ്റി. ബൈഡ അങ്ങനെ അവൻ പോയി നമ്മളെ വീട്ടിൽ അടച്ചോ. അവൻ്റെ പട്ടി എവിടെ? ആ ഞാനൊരു പട്ടീനെ ഒപ്പിച്ചോണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ തന്നെ അവനെ അടക്കിയിട്ടുണ്ട്. വേണ്ടേ നമ്മൾ സൊണോറിറ്റി അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ പട്ടീൻ്റെ ഇട്ടേക്കട്ടെ. അടക്കടാ, അവൻ്റെ ഓർമ്മയാ. എനിക്ക് അവനെ ഒന്ന് ദേഷ്യപ്പെടുത്തട്ടെ. റെഡി അടിച്ച് അവന് ദേഷ്യപ്പെട്ടില്ലേ? ദേഷ്യം വന്നോ? ദേഷ്യം വന്നില്ല? എന്നാ എന്താണെന്നറിയില്ല. അടക്കിക്കോ. ബൈഡാ സൊണോറിറ്റി. അടുത്ത ജന്മത്തിൽ വല്ല അടച്ചോ. ടാറ്റാ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മളങ്ങ് അടക്കിയിട്ടുണ്ട്. നമ്മുടെ എക്സ്പ്ലോറിങ് എന്തായാലും ഇത്രയല്ലേ ഉള്ളൂ ഇനി ബിൽഡായിട്ട്. ബാക്കിയെല്ലാം നമ്മൾ കാണിച്ചില്ലേ. ഇത്രേ ഉള്ളൂ നല്ല ബിൽഡായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്നാ കഴിഞ്ഞില്ലേ? ഇനി എന്നാ എന്ത്? ഓ പേര് RIP എഴുതിയില്ല. RIP കൂടി എഴുത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിനെ മടാപ്പ RIP. അപ്പോൾ ബൈ. അപ്പോൾ എല്ലാവരും അടുത്തൊരു നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ അതല്ല ശരി മാറിപ്പോയി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ മറക്കല്ല്. ബൈ ഗൈസ്. ബൈ മടാപ്പ RIP.